ഇന്നത്തെ മീന് വലിപ്പമുള്ള ചൂരയാണ്. ഇതെന്താ ഇങ്ങനെ വളഞ്ഞിരിക്കണേ? ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മടങ്ങിയിരിക്കണേ. അപ്പം അടിപൊളി ചൂരയാണ് കേട്ടോ. ഇനി നമുക്കൊന്നിനെ മുറിച്ചെടുക്കാം. ഞാൻ ഏറ്റവും വലിയ കത്തി തന്നെ എടുത്തിട്ടുണ്ട് മുറിക്കാൻ വേണ്ടി. ആദ്യം തന്നെ തല കട്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ചിറകൊക്കെ കട്ടാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുടലും പണ്ടൊക്കെ വലിച്ചങ്ങ് എടുക്കണം. പിന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഐസ് കുറച്ചേ പോയിട്ടുള്ളൂ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ടി ഉണ്ടായിന്. മുറിക്കാൻ ഭയങ്കര ടഫായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ മുറിച്ചങ്ങ് എടുത്തു കേട്ടോ. ഈ ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുത്തത്. പിന്നെ തലേൻ്റെ വായ അങ്ങ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. എത്ര കഴുകിയിട്ടും വൃത്തിയാകുന്നില്ല. അതിൻ്റെ ബ്ലഡ് അങ്ങനെ ഉണ്ട്. എന്നിട്ടും ഞാൻ കുറേ കഴുകിയെടുത്തേ. പിന്നെ വഴുതനങ്ങ ഞാൻ മുറിച്ചിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ. അപ്പോൾ കടുകും മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ കാന്താരി മുളക് ഇട്ടിട്ട് ഉപ്പേരി അങ്ങ് സെറ്റാക്കിയേ. പിന്നെ കറി ഉണ്ടാക്കാൻ നിന്നേ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടിക്കുന്നുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, സവാള പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ വഴന്ന് വരുമ്പോൾ തക്കാളിയും ഒരു ഉണ്ടപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. തിളച്ച് വന്നാൽ നമ്മൾ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ തലയങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തലയിൽ അധികം വെന്ത് കിട്ടണ്ടേ. പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീൻ വെന്ത് കഴിഞ്ഞാൽ അങ്ങ് ഓഫാക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ മീൻ പൊരിക്കാൻ വേണ്ടി ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പുളിവെള്ളം ഇട്ടിട്ട് മസാല പിടിപ്പിച്ച മീനാണ് കേട്ടോ. എന്നിട്ട് പൊരിച്ചങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ ടേബിളിൽ ചോറ് കൊണ്ടേക്കാണ്. അപ്പോൾ കിച്ച വന്നിട്ടുണ്ടായേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഫുഡായിരുന്നു കേട്ടോ. ഇതൊക്കെയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലയോ. സമയം അത്രേ കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും ഇച്ച വന്നില്ലേ. പിന്നെ എന്താ ചെയ്യുക. ഒരു ചമ്മന്തിയും കൂടി ഇറക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സമയം ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാ എല്ലാം നിരത്തി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചാലോ. നമ്മളെ ഊണ് ഇതൊക്കെയായിരുന്നു കേട്ടോ. നല്ല ചൂര മുളകിട്ട കറിയും ചൂര പൊരിച്ചതും വഴുതിരിങ്ങ ഉപ്പേരിയും കൂട്ടി ഒരു പിടി പിടിച്ച അടിപൊളിയായിരുന്നു ഇന്നത്തെ ഊണ്. അപ്പോൾ കൈ പൊള്ളുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ കൈ അങ്ങ് ഇളക്കിയത്. പിന്നെ ഇതാ ഇച്ചാവും മോനും കൂടി കഴിച്ചേ. മോന് ആദ്യം കഴിക്കാൻ ഇത്തിരി അങ്ങ് മടിയാണ്. പിന്നെ അങ്ങ് കഴിച്ചോളൂ. അങ്ങനെയാണ്. സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് മോന് കേട്ടോ. പിന്നെ ഉഷാറായി കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.